ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല പ്രഭാതത്തിൽ വീണ്ടും കണ്ടുമുട്ടുവാൻ നല്ല നാഥൻ സഹായിച്ച നല്ല നിമിഷങ്ങൾ ഓർത്ത് നല്ല നാഥന് നന്ദി പറയുക. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടതായ, കഴിഞ്ഞ പ്രഭാതങ്ങളിൽ കേട്ടതായ വചനങ്ങളിൽ നിങ്ങൾ സന്തോഷമുള്ളവരാണ്. നിങ്ങൾ തുടർന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുക. തീർച്ചയായും പ്രാർത്ഥനയിലൂടെ നമുക്ക് വൻ കാര്യങ്ങൾ നൽകുകയും സൗഖ്യം വിടുതൽ പ്രാപിപ്പാനും ഈ പ്രഭാത ഇടയാകും എന്നതിൽ യാതൊരു സംശയം. ഇന്ന് നമ്മുടെ ചിന്താവിഷയം ശുശ്രൂഷയിൽ മുട്ടുമടക്കി. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പനിമിഷം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിന് വേദഭാഗം നൽകിയിരിക്കുന്നത് ഗലാത്യർ ലേഖനം 5-13 അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നത്. അത് പ്രകാരമാണ് രേഖപ്പെടുത്തിയത്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യവന്യം സേവിപ്പീൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം US സർക്കാർ സായുധ സേനയിലെ അംഗങ്ങൾക്ക് സൈനിക സംസ്കാര ചടങ്ങുകൾ ചെയ്യാറുള്ളത് പതിവാണ്. ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു കാണും. സേവനം ചെയ്ത ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, സൈന്യാധിപൻ, അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകള് ഒരുപക്ഷെ നമ്മുടെ ഇടയിലും നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാര്, ദാസിമാര്, സഹോദരന്മാരൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ ആ ശുശ്രൂഷയിൽ കാണിക്കുന്ന താഴ്മയോടും വിനയത്തോടുമുള്ള അതേ ഏറ്റവും പവിത്രമായ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന രംഗങ്ങൾ, ശുശ്രൂഷകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനേക്കാൾ അപ്പുറമായി, പക്ഷെ വാസ്തവത്തില് ഇതിനേക്കാൾ അപ്പുറമായുള്ള ശുശ്രൂഷയാണ് സ്വർഗീയമായ ശുശ്രൂഷകള്, പവിത്രമായ ശുശ്രൂഷകള്. ഇപ്പൊ സൈന്യത്തിലുള്ളതായ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവര് ആചാര വെടികൾ വാസ്തവത്തിൽ അവര് മുട്ടുമടക്കി അവരുടെ റൈഫിളുകൾ ഉയർത്തി ഒരേ സ്വരത്തിൽ അവര് വെടിവെക്കുകയും ശേഷം അവരുടെ മരണപ്പെട്ടു പോയ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ ദേശീയ പതാക 4 മടക്കി അവരുടെ മുട്ടുമടക്കി അവരുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും. ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിന്റെ ഭൗമ്യതയും സാവധാനതയും അവര് എത്രത്തോളം വിനയപ്പെടുമോ, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തവർക്ക് വേണ്ടി അവർ സാഷ്ടാംഗം മുട്ടുമടക്കുന്ന രംഗമാണ് കാണുന്നത്. നാം നമ്മുടെ ശുശ്രൂഷയിൽ എപ്രകാരമാണ് നാം ആയിരിക്കുന്നത്? താഴ്മയുള്ളവരായിട്ടാണോ, വിനയമുള്ളവരായിട്ടാണോ, സ്നേഹമുള്ളവരായിട്ടാണോ നാം നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന ശുശ്രൂഷയിൽ എപ്പോഴും മുട്ടുമടക്കുന്നവരായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ വേദപുസ്തകത്തിൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു രംഗം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു മുട്ടുകുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. എന്താ പറയുക? അതൊരു സ്നേഹത്തിന്റെയും താഴ്മയുടെയും വിനയത്തിന്റെയും പ്രതീകമായി യേശു നമുക്ക് കാണിച്ചു വെച്ചൊരു മാതൃകയാണ്. ഈ ഒരു മാതൃക ശിഷ്യരായ വിശ്വാസികളായ ദൈവത്തിന്റെ ദാസന്മാർ നാം എല്ലാവരും എന്ത് ചെയ്യണം? ഈ ശുശ്രൂഷ വളരെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, അത് സുവിശേഷ വേലയായിരുന്നാലും സഭയുടെ വേലയായിരുന്നാലും മറ്റുള്ളവരോടുള്ളതായ ശുശ്രൂഷ, ദൈവികമായ ശുശ്രൂഷ, ആരാധന എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെയെല്ലാം താഴ്മയോടും വിനയത്തോടും സ്നേഹത്തോടും ഒക്കെ ആയിരിക്കണം. ഈ താഴ്മയുടെയും വിനയത്തിന്റെ അനുഭവത്തിലൂടെ നാം ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ളതായ വിരക്തി, അസൂയ, ഞാനെന്ന ഭാവം, അഹങ്കാരം, ഇതെല്ലാം നമ്മൾ വിട്ടു മാറുകയാണ്. പകരം
യേശുവിലുള്ള ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ യേശു മുട്ടുകുത്തുന്ന രംഗം നമ്മൾ കാണുന്നത്. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ ഞാൻ നിങ്ങൾക്കൊരു മാതൃക വച്ചേച്ചു പോകുന്നു. എൻ്റെ കാൽച്ചുള പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോകുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കും യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാകുവാൻ നമുക്കിതിലപ്പുറമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ ശുശ്രൂഷ താഴ്മയുള്ളതുമായി, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടല്, നമ്മുടെ നോട്ടം, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ എല്ലാം താഴ്മയുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുമടക്കുന്നവരെ അനുഭവത്തിൽ നാം ആയില്ല എങ്കിൽ നമ്മുടെ ശുശ്രൂഷയെല്ലാം വ്യർത്ഥമാണ്. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ കാഴ്ചപ്പാട്, നമ്മുടെ ശുശ്രൂഷകളിലും നമ്മൾ ഒരു മുട്ടുമടക്കുന്ന അല്ലെങ്കിൽ താഴ്മയുള്ളവരായിട്ട്, വിനയമുള്ളവരുമായിട്ട് നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ആരാധന, നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ഏത് ശുശ്രൂഷയിലും അപ്രകാരമായിരിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗം മാനിക്കും. ആ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആ മാന്യതയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണിലടയ്ക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടുകൊണ്ടതായ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷയിൽ മുട്ടുമടക്കി കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ദൈവികമായ ആത്മീകമായ എല്ലാ ശുശ്രൂഷയിലും താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, ഞാനെന്ന ഭാവം മാറ്റി യേശുവിലെ സ്നേഹത്തിൽ ഞങ്ങൾ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവൻ കർത്താവ് പറഞ്ഞതുപോലെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രിയ ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ ജനത്തെ, കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിച്ച് സൗഖ്യമുള്ളവരായി, സ്നേഹമുള്ളവരായി, ഐക്യമുള്ളവരായി, അനുഗ്രഹമുള്ളവരായി തമ്പുരാന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.